ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പൊതുവേ ഞാൻ അങ്ങനെ പറയാറില്ല, എന്നാലും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ചായി, ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അതിന് മുമ്പ് ഞാൻ 4 മാസത്തെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒന്നും ചെയ്യാത്തത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇതുള്ള കാര്യമാണ്, അതായത് ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ ഫ്രീ ടൈമിൽ ഒക്കെ ചെയ്തിരുന്നൊരു, അതായത് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട്, അധികമൊന്നും പൈസ വേണ്ട, ഒരു 1000 രൂപ, ഒരു 500 രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വീട്ടിൽ നമ്മൾ ജോലിക്കൊന്നും പുറത്തൊന്നും പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ പോവാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ബിസിനസ് പറയാം. പക്ഷെ ഞാൻ ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല, എൻ്റെ ഒരു മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഹെയർ ബാൻഡ്സ് ആണ്. ഞാൻ ഇട്ട ഡ്രസ്സ് സെയിം ഒരു കളർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരമാവധി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കിയതാണ്. എല്ലാം ക്ലോത്ത് വെച്ച്, സാറ്റിൻ ക്ലോത്ത് വെച്ച് ചെയ്തതാണ്. ഭംഗിയുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ സെയിലായിപ്പോയി. സെയിൽ പറഞ്ഞാൽ അങ്ങനത്തെ വലിയ സെയിലൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരുമ്പോൾ അവർക്കും ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു, സാധനം ഒരുപാട് കഴിഞ്ഞു. എന്നാലും കയ്യിലുള്ളത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇതാണ് നമ്മൾ കുട്ടികളൊക്കെ ഞാനൊരു വീഡിയോയിൽ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ബാൻഡ്സ് വെച്ചിട്ട്. നല്ല ഭംഗി. ഇത് എല്ലാ കളറിലും ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ കളറിലും ഈ ഒരു കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പച്ച സ്റ്റോൺ കൊടുത്തിട്ട് അതായത് ഓരോ ക്ലോത്തിൻ്റെ കളറിനനുസരിച്ച് ഞാൻ സ്റ്റോണുകൾ അല്ലെങ്കിൽ മുത്തുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് കുട്ടികളെ വെച്ച് കാണുമ്പോഴാട്ടോ ഭംഗി. നമ്മളൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, കാരണം നമ്മളൊക്കെ വലിയ ആൾക്കാരായി പോയില്ലേ. ഇത് പിന്നെ ഒന്ന് ബ്ലാക്കാണ്. വെച്ചതൊന്നും അറിയില്ല, തലയിൽ വെച്ചത് അറിയില്ല. പിന്നെ ഈ ഒരു സംഭവം വൈറ്റ് ഇത് വെച്ചിട്ടുണ്ട്. ഒരു ഐറ്റം ഒരു മുത്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ബ്ലാക്കിൽ വൈറ്റ് ഭയങ്കര ഭംഗിയാണല്ലോ. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തതിന്. പിന്നെ ഇത് ഒരു നെറ്റിൻ്റെ ക്ലോത്താണ്, പ്രിൻ്റ് ഇങ്ങനെ എന്താ പറയുക, നെറ്റാണ് ക്ലോത്ത്, പക്ഷെ അതിലിങ്ങനെ പ്രിൻ്റ് വന്നുകൊണ്ട് ഞാനത് ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ കുറച്ച് വാങ്ങിയതായിരുന്നു. റിബൺസ് ആയിട്ടാണ് കിട്ടിയത്, ക്ലോത്ത് അങ്ങനെ ആയിട്ടല്ല, മീറ്ററിലല്ല. ഒരു മീറ്ററിന് അങ്ങനെ നമ്മൾ റിബൺ ടൈപ്പ് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് ചെയ്ത കേട്ടോ. 1 2 3 4 5. അപ്പോൾ ഇതിങ്ങനെ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ഈ ഒരു സാധനത്തിന് ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ടതൊന്നും കേട്ടോ, ഓരോരുത്തർ വാങ്ങിക്കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പൈസയ്ക്ക് അങ്ങനെ കൊടുത്ത് ഇതായിട്ടില്ല. അതിൻ്റെ ഇടയിലൊന്ന് നിർത്തി വെക്കേണ്ടി വന്നു. ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ചെയ്ത് വന്നതായിരുന്നു. പിന്നെ അതിങ്ങനെ ഇടയിലൊന്ന് ഇതായിപ്പോയി. അപ്പോൾ ഇനി തുടങ്ങണം. അപ്പോൾ ഇത് ഞാൻ ഓഗസ്റ്റ് 15-ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. കുറച്ചൊക്കെ സെയിലായി, കുറച്ച് പിന്നെ എൻ്റെ മടി കാരണം തന്നെ കേട്ടോ. അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സെയിൽ ചെയ്യണത് ഭയങ്കര ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. അങ്ങനത്തെ ഇതിലൊക്കെ മടിയുള്ള ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ, അതായത് ഓർണമെൻറ്റ്സ്, കമ്മൽ, മാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ ബാൻഡ്സൊക്കെ ഡിസൈനുകൾ, പുതിയ പുതിയ മോഡലുകൾ കണ്ടെത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ മുത്തൊക്കെ ചിലതിലൊന്നും ഞാൻ മുത്ത് പിടിപ്പിച്ചിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇതങ്ങനെ കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റ്. അപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു സെറ്റ്. ഇനി എന്താണെന്നറിയോ, പിന്നെ ഓഗസ്റ്റ് 15-ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെയായിരുന്നു ഞാൻ. പിന്നെ സ്കൂളിൽ സെയിൽ ചെയ്യണം എന്ന് എഴുതിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എന്തോ സുഖമില്ലാതായിട്ട് പിന്നെ ഇതാക്കാനും പറ്റിയില്ല.
നടുവിൽ ഞാൻ മറ്റേ നമ്മളെ ഡ്രസ്സിനൊക്കെ പിടിപ്പിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റോണാണ്, അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. ബാക്കി ഓറഞ്ചിലും പച്ചയിലും ഒക്കെ ഞാൻ വൈറ്റ് മുത്ത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നത്. കുറച്ച് കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഇട്ട് വെച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കണ്ടോ, കുട്ടികളിടുമ്പോഴാട്ടോ അത് ഭംഗി, നമ്മളിടുമ്പോൾ വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. കുട്ടികളുടെ ചെറിയ ഇത്ര പോകുന്ന മുടിയിലേക്കൊക്കെ ബോബ് ചെയ്ത മുടിയിലേക്കൊക്കെ ഇടുമ്പോഴാണ് ശരിക്കും ഭംഗി എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഞാൻ നമ്മുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും, ഈ എന്താ പറയുക, റോസിൻ്റെ ഈ ഫ്ലവർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തതാണ്, അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ചുറ്റി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ മുടിയൊന്നും ഇതായി പോവാതിരിക്കുക നമ്മളൊരു ചെറിയൊരു ഐറ്റം പേപ്പറുണ്ട്, വൈറ്റ് പേപ്പർ, അത് വെച്ച് നമ്മൾ ഒട്ടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും ഇതാക്കും. അല്ലെങ്കിൽ കുട്ടികളുടെ മുടിയിലൊക്കെ കോരി മുടിയൊക്കെ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്, കുട്ടികളുടെ മേലൊക്കെ മുറിയാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ളായിട്ടില്ല. പക്ഷേ ഇതുമത് കുറച്ചും കൂടി ഒരു ഡിസൈൻ ചെയ്യാനുണ്ട്, ഇത് മുഴുവനായിട്ടില്ല. പിന്നെ അതുപോലെ ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുള്ള് പേൾസ് മാത്രമാണ്, മുത്തുകൾ മാത്രം വെച്ച് ചെയ്താട്ടോ. ഇതും കുട്ടികളിടുമ്പോഴാണ് ഭംഗി. ഇത് മാത്രം മതിയാവും. ഫ്രോക്കിൽക്കൊക്കെ നല്ല ഇതായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫ്രോക്കിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് നല്ല വർക്കൊക്കെ വരുന്ന ഫ്രോക്കിക്കാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ തലയിലൊന്നും ഓവറായിട്ട് കൊടുക്കാതെ വെറും ഇങ്ങനത്തെ പേള് വെച്ചിട്ടുള്ള മുത്തുകൾ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കി കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പല കളറിലും ചെയ്യാം. ഞാനിതൊരു ലൈറ്റ് റോസാണ് ഇതിൻ്റെ കളറ്. ഇങ്ങനെ കാണുമ്പോൾ ഓറഞ്ച് പോലെ തോന്നുന്നു. ലൈറ്റ് റോസാട്ടോ, ലൈറ്റ് റോസും വൈറ്റും കൂടി ചെയ്തിട്ടുള്ള കേട്ടോ ഇത്. പിന്നെ നേരത്തെ കണ്ട നെറ്റ് ഞാൻ കാണിച്ചെന്നില്ലേ, അതിൻ്റെ വേറൊരു കളറാണ് ഈ കളറ്. നടുവിൽ ഇവിടെയൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ മുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണം, അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ ഓഗസ്റ്റ് 15 ഉണ്ടാക്കിയത് തന്നെയാണ് വൈറ്റ് ഫ്ലവർ. നമ്മൾ അടിയിൽ ഇതാ അവിടെയൊക്കെ നല്ല വൃത്തിയിലാണ്, നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനിപ്പോൾ ഒരു 50 രൂപയാണ് ഞാൻ ഇട്ടിട്ടുള്ള റേറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് കേട് വരുന്ന ടൈപ്പിലാവാൻ പാടില്ലല്ലോ എന്ത് സാധനം. ഒരു 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് ആ സാധനം ഒരു ഇതും ഇല്ലാതായിപ്പോയി എന്ന് പറയരുതല്ലോ, 50 രൂപ പോയി എന്ന് പറയരുതല്ലോ. അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ ഈ സ്റ്റോണൊന്നും പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ ആദ്യം തുന്നിയിട്ടൊക്കെ, പിന്നെയാണ് ആദ്യം ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം പിന്നെ തുന്നി പിടിപ്പിക്കുന്നുണ്ട്. ഇതിനടിയിലൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്നെ തന്നെ പുകഴ്ത്തുമെന്ന് വിചാരിക്കരുത്, നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചിട്ട് പറയാം കേട്ടോ. ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ അതന്നെയാണ് കേട്ടോ, അതൊക്കെ ഒരുപാട് ഉണ്ട് കാണും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും ഓഗസ്റ്റ് 15 ഉണ്ടാക്കിയതിനായിരുന്നു. പക്ഷെ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം ഒരു ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അത്ര വൃത്തിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല, അതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതും സെയിം, ഇവിടെ കുറേ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാട്ടോ. ഇതിൻ്റെ നടുവിൽ ഈ സാധനം വെച്ച് ഒട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ വല്ല നല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ കാണിക്കാൻ പോകണം, എന്താ പറയുക, സ്ക്രഞ്ചീസ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനമാണ്. എല്ലാവരും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും സ്കൂൾ പിള്ളേർ വരെ, വലിയ കോളേജിലെ പിള്ളേർ വരെ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ആ സാധനം. സ്ക്രഞ്ചീസ്, സ്കിന്നി സ്ക്രഞ്ചീസ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ളതൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു സെറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കാണിച്ചു തരാം. ഇത് ഏറ്റവും വലിയ സ്ക്രഞ്ചി, ഇതതിൻ്റെ കുറച്ചുകൂടി ചെറുത് കണ്ടോ. ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്, ഇത് കുറച്ച് ചെറുത്. പിന്നെ അതിൻ്റെ സ്കിന്നി കണ്ടോ, സ്കിന്നി ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനൊരു 3 എണ്ണം. അതിൻ്റെ കൂടെ തന്നെ ബട്ടർഫ്ലൈ. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിക്കാനുള്ളത് എന്താ പറയുക, ക്ലിപ്പില്ലേ, നമ്മളിവിടെയൊക്കെ മുടി ഫുള്ള് പിടിച്ചിട്ട് നമ്മൾ ബാക്കിൽ ക്ലിപ്പ് ചെയ്യുമല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഉണ്ടാക്കി വെച്ച് മടി പിടിച്ചിട്ട് ചെയ്യാഞ്ഞതാട്ടോ.
നടുവിലൊരു ചെറിയൊരു സ്റ്റോണിൻ്റെ അത് എന്താ പറയുക മുത്ത് പോലത്തെ ഒരു സംഗതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വൃത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ്, ഇതിൻ്റെ എല്ലാ കളറും ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റായിട്ട് ഇതൊന്ന്, ഈ അതിൻ്റെ ചെറുതൊന്ന്, പിന്നെ അതിൻ്റെ സ്കിന്നി ടൈപ്പ് ഒന്ന്, ഇങ്ങനെ സെറ്റായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി എവിടെ സെറ്റ് മാത്രമായിട്ട് കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ ഇതാ, ഇത് കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവർക്കും വലിയ സ്ക്രഞ്ചി വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നാലും നല്ല തിക്കായിട്ട് വരുന്ന ചെറിയ സ്ക്രഞ്ചി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്ന് ചെയ്തതാണിത്. അതിൻ്റെ ബട്ടർഫ്ലൈ 2 വാലൊക്കെ വരുന്നത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്നില്ലേ ഇതാ ഈ സാധനം, ഇതേപോലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന് എന്ത് ചെയ്തൊക്കെയാണ്, ബട്ടർഫ്ലൈ അല്ലാന്നുള്ളൂ. അതിൻ്റെ അടിയിൽ അതിൻ്റെ ബാക്കിൽ ഇതാ ഇതേപോലെ കൊടുക്കണം, ഇതേപോലെ ഇതിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്കിത് മുടീൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോൺ പിടിച്ചു തരാൻ ആരുമില്ല, ഞാൻ തന്നെ സ്റ്റാൻഡൊക്കെ വെച്ച് ഇതാക്കിയിരിക്കണം. അപ്പോൾ പിടിച്ചു തരാൻ ആരുമില്ല. അപ്പോൾ ഞാൻ മുടിയുമ വെച്ച് കാണിച്ചു തരുന്നില്ല, വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറുണ്ട്, ബ്ലാക്കും വൈറ്റും ഓറഞ്ചും അതേപോലെ കോഫി കളറൊക്കെ ഉണ്ട്. ഇത് കോഫി കളറല്ല, എന്നാലും ആ ഒരു ചോക്ലേറ്റിൻ്റെ കളർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പം അതിൻ്റെ സ്ക്രഞ്ചി കേട്ടോ, അതിൻ്റെ വലുതും അതിൻ്റെ കുഞ്ഞിയതും. പിന്നെ അതിൻ്റെ സ്കിന്നി ഉണ്ടായിരുന്നു, എൻ്റെ മുടിയുടെ അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വേസ്റ്റ് തുണി വന്ന സമയത്ത്, അതായത് ഇത് അടിക്കുന്ന സമയത്ത് കുറച്ച് വേസ്റ്റ് തുണി എങ്ങനെയായാലും കുറച്ച് ബാക്കി വരും. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി കൊണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല, മുടീൻ്റെ ഈ സൈഡിലായിട്ട് ക്ലിപ്പ് ടിപ്പ് ടോപ്പ് പോലെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്താ പറയുക, ഈ സാധനത്തിന് എന്തൊരു പേര് പറയല്ലോ, മറന്നുപോയി, എന്തേ എൻ്റെ വായയിൽ കിടന്ന് കളിക്കുന്നു, ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒന്ന് മനസ്സിലായല്ലോ. ഈ സാധനം വെച്ച് കൊടുത്താൽ ഇതാണ്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറും ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ എല്ലാ കളറും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ എനിക്ക് അതിൻ്റെ എവിടെയൊന്നും കാണാനില്ലല്ലോ. ഓരോന്നും അവിടെ ഇവിടെയൊക്കെയാണ്. ഒന്ന് ലൈറ്റ് പിങ്ക് കേട്ടോ. എന്നാൽ എൻ്റെ ഈ ടോപ്പിൻ്റെ ഒക്കെ സെയിം കളറല്ല, എന്നാലും അതേപോലത്തെ ഒന്ന് കണ്ടോ. നല്ല ഫിനിഷിങ്, നല്ല വൃത്തിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഓരോന്നും ഒന്നും വൃത്തിയേടാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല കണ്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് 2 സൈഡിലും മുടിയൊക്കെ കെട്ടി കൊടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഞാനതിങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ചെറിയ അത് വാങ്ങിയിട്ട്, എന്താ ഇതിന് പറയുക, ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അതിങ്ങനെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. ഇവിടെയൊക്കെ ഇതിമേലൊക്കെ സ്റ്റോൺ ഒട്ടിക്കാണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. പച്ചുണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ പോയാവും ഒക്കെ. പച്ചമ്മ ഞാൻ വെറുതെ ഒന്ന് ഇതില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ ആട്ടത് സ്ക്രഞ്ചി. അപ്പോൾ അതിൻ്റെ ബാക്കി പീസ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി നോക്കി. കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ്. അങ്ങനെ ഉണ്ടാക്കി നോക്കി. അതിൻ്റെ വലിയ സ്ക്രഞ്ചി, ചെറിയ സ്ക്രഞ്ചി, പിന്നെ ഇത് അതിൻ്റെ ഒക്കെ സ്കിന്നി സ്ക്രഞ്ചീസും ഉണ്ട് കേട്ടോ. എവിടെയാണെന്നൊരു ബോധമില്ല. പിന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള സ്ക്രഞ്ചിയാണ്, ഗോൾഡൻ കളറിൽ വരുന്ന സ്ക്രഞ്ചി. അതിൻ്റെ 2 സ്കിന്നി. ഒരുപാട് ഭയങ്കര താല്പര്യത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല വൃത്തിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇന്നത്തെ പുകഴ്ത്താണെന്ന് വിചാരിക്കരുത്. അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്.
നല്ല വൃത്തിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതായത് രാവിലെ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഇരുന്ന് ചെയ്യണതാണ്. പിന്നെ അതേപോലെ നേരത്തെ കണ്ടില്ല ബട്ടർഫ്ലൈ അല്ല, ഏകദേശം ആ ഒരു സെയിം സാധനം. പണ്ടൊക്കെ നമ്മുടെ സിനിമകളിലൊക്കെ നടികളുടെ മുടിയിലൊക്കെ ഉണ്ടാവണം ഈ സാധനമായിരിക്കും അങ്ങനത്തത്. പിന്നെ ഇതൊക്കെ ഞാനൊരു ചെറിയൊരു പീസ്, നല്ല പ്രിൻ്റ്, നല്ല തുണി നല്ല തുണിയായിട്ട് തോന്നിയപ്പോൾ നല്ല പ്രിൻ്റ് വേണം. അപ്പം ഞാൻ വെറുതെ എടുത്ത് ചെയ്ത് നോക്കി. അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ചെയ്തിട്ടുള്ള ഫുള്ള് സാറ്റിൻ്റെ ക്ലോത്തിലാണ്. നല്ല നല്ല ക്വാളിറ്റിയുള്ള സാറ്റിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല തുണിയാണ്. പിന്നെ അതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഷിഫോണിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ട് ഞാൻ ഇതേപോലെ എവിടെ എനിക്ക് തോന്നുന്നു AK മാളിലാണോ നെസ്റ്റോളാണോ എന്ന് എനിക്കറിയില്ല, അവിടെ പോയപ്പോൾ ഞാൻ കണ്ടു ഈ എന്താ പറയുക, സാറ്റിൻ്റെ ക്ലോത്ത് അല്ലാതെ തന്നെ നല്ല ഷിഫോണിൽ നല്ല സോഫ്റ്റായിട്ട് വരുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷിഫോണിൻ്റെ കുറച്ച് ക്ലോത്ത് വാങ്ങി. കുറച്ചൊന്നല്ല, ഒരു 2 ക്ലോത്ത് വാങ്ങി, 1/2 മീറ്റർ വെച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. കണ്ടോ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഷിഫോണിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന്. ഇതെല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ അത് ഓർഗൻസ ക്ലോത്ത് ഇല്ലേ, അത് വെച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഓർഗൻസ വെച്ച് ചെയ്യാന്ന് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ടൈലറിംഗ് ഷോപ്പിലൊക്കെ അവർ ടോപ്പൊക്കെ അടിച്ചുണ്ടാക്കണം, അവരെ സമ്മതിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല പണിയുണ്ട്. കാരണം ഇത് നമ്മൾ പിടിക്കുന്ന സ്ഥലത്തേക്ക് ആവില്ലത് കിട്ടുക, അത്രയും ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഓർഗൻസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കണ്ടില്ലേ, ഇതിൻ്റെ സ്ക്രഞ്ച് ഉണ്ടാക്കിയതാട്ടോ. അത് എല്ലാം വെച്ച് എല്ലാം ഞാൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ. പിന്നെ ഇവിടെ കുറച്ച് ടിപ്പ് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ നമ്മൾ ജഡ്കോ പോയിട്ടുണ്ടായിരുന്നു. ജഡ്കോ പോയപ്പോൾ ഈ ഇതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ജഡ്കോ എന്നാണല്ലോ വാങ്ങിക്കുക. അപ്പോൾ അവിടെ നിന്ന് കണ്ട ഒരു നീളത്തിലുള്ള ലൈസ് പോലത്തെ ഒരു സംഗതിയായിരുന്നു, നമ്മൾ ഡ്രസ്സിനൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന പോലത്തെ. അപ്പോൾ അത് എന്ത് ചെയ്ത് അത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അത് ഒന്ന്. ഇതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്തിരിക്കണം, ഞാൻ അങ്ങനെ ഈ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇതിന് പറയാം, അല്ലിഗേറ്റർ. കിട്ടി അല്ലിഗേറ്റർ തന്നെയല്ലേ? അല്ലിഗേറ്റർ തന്നെ. അപ്പോൾ അത് ആ സാധനത്തിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വെച്ചാലാകും ഭംഗി കേട്ടോ. ഇതിങ്ങനെ 2 സൈഡിലും മുടിയൊക്കെ കുത്തി കൊടുത്തണം, നല്ല ഭംഗിയുണ്ട്. അപ്പം അതിൻ്റെ റെഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. റെഡ് ഇവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ എനിക്ക് മടിയായിട്ട് ഇങ്ങനെ വെച്ച് ഒക്കെ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിലൊക്കെ എന്നോ ഇതൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. കുറേ ഉണ്ടായിരുന്നതാ, കാണുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കിയതാട്ടോ. അതിരിക്കണോ എന്നിട്ടാ എവിടെ ഇതിൻ്റെ ഉണ്ടോ ഒന്നും കാണാനില്ല. ഇതൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താണ് ഇവിടെ കേട്ടോ. അപ്പം അതിൻ്റെ സ്ക്രഞ്ചീസ് ഒക്കെ ഒന്ന് ശരിക്കും കാണിച്ചു തരാം ഞാൻ. കയ്യിലിടുമ്പോഴായിരിക്കും ഇനി എല്ലാ കളറിലുള്ള സ്ക്രഞ്ചീസ് ഉണ്ട്. ഇതിങ്ങനെ കൈ പിടിക്കാനാണ് ടാസ്ക്കാണ്. സ്കിന്നി ആയതുകൊണ്ട് എല്ലാ കളറിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീലുണ്ട്, വയലറ്റ് ഉണ്ട്, ഒക്കെ ഞാൻ ഓരോ ഇതേപോലത്തെ അങ്ങനത്തെ ബാഗ് കവറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണെന്നറിയാം, അതിന്മേൽ അതിൻ്റെ ഉള്ളിലിട്ട് വെച്ചത്, കാരണം പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതാ എനിക്കുണ്ട്, എല്ലാ കളറും ഉണ്ട്. എന്താ പല കളറും ഉണ്ട് കേട്ടോ. ഉണ്ടായിരുന്നു ഒക്കെ, ഒരു ഇതൊക്കെ കഴിഞ്ഞതാണ്. എന്താ കുട്ടികൾക്കൊക്കെ 2 സൈഡിൽ തന്നെ മുടി ഇതാക്കിയിട്ട് കെട്ടി കൊടുക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്കൊക്കെ, പെൺകുട്ടികളുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസക്കൊന്നല്ല കേട്ടോ. അങ്ങനെ കുറേ സംഭവം ഉണ്ടാക്കി തീർന്ന ഒരു കുട്ടികളിട്ട് കാണുന്ന ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ കുറേ സ്ക്രഞ്ചി, ഇതാ
ഇങ്ങനെ, ഇതിങ്ങനെ, ഇതിങ്ങനെ, ഇതിൻ്റെ ഇടയിൽ കൊടുക്കണം, നല്ലൊരു കളർ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വൃത്തിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വൃത്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് ഒരു ഡാമേജും പറ്റാത്ത നല്ല രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണം അല്ലെങ്കിൽ മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പരിപാടിക്ക് കുട്ടികൾക്ക് ഡ്രസ് കോഡിനനുസരിച്ച് ഹെയർ ബാൻഡ്സോ ക്ലിപ്സോ അങ്ങനെ സ്ക്രഞ്ചീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. ഉള്ളവർ മാത്രം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനവിടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ക്വാർട്ടേഴ്സിലായിരുന്ന സമയത്ത്, പിന്നെ എന്താ പറയുക, നമുക്ക് തോന്നൂലേ നമ്മളതായിട്ട് എന്തെങ്കിലും ഒരു 10 രൂപ നമുക്ക് വേണമെന്ന് തോന്നൂലേ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അധികമൊന്നുമില്ല, ഒരുപാടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ വലിയൊരു ബിസിനസ് ആക്കണം എന്ന് വിചാരിച്ച് ഇതാക്കിയതൊന്നുമല്ല. നമ്മൾക്കൊരു ചെറിയൊരു മനസ്സമാധാനം അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷമായിരിക്കും ചിലവർക്ക് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ്. ഞാനത് വിറ്റ് കിട്ടുന്ന പൈസേനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിച്ചത് ചെയ്യുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു അത് ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ അത് ഭംഗി ആയിക്കണമെന്ന് നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ കിട്ടുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആരും വാങ്ങിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ ഇരുന്നോട്ടെ, പക്ഷെ നമുക്കത് പറയുമ്പോൾ ഇടി നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴുള്ളൊരിതുണ്ടല്ലോ, അത് ഭയങ്കര കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഗ്രീന്, ഇതൊക്കെ ഇതിൽ വീഡിയോയിൽ ഭയങ്കര വേറൊരു കളറിലാണ് കാണിക്കുന്നത് തോന്നുന്നു. നല്ല പച്ച കേട്ടോ, അത് നല്ല പച്ചയാണ്, പക്ഷെ അതിൽ വീഡിയോയിൽ എന്തോ വേറൊരു കളറാണ് കാണിക്കുന്നത്, നല്ല പച്ചയാണ്. അപ്പോൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ പിന്നെ ഞാൻ അതിനുള്ള കുറച്ച് സംഗതികൾ വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, മുത്തൊക്കെ വെച്ച് ഒട്ടിച്ചതാണ്. ഇത് ഫസ്റ്റ് സാമ്പിളാട്ടോ, ഇതൊന്നും ഇതാക്കിയിട്ടില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം ഇതൊന്ന് ഫസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയതായിരുന്നു, ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അങ്ങനെ വെറുതെ ഉണ്ടാക്കി വെക്കുകയാണ് മുത്തൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട്. അപ്പം അതങ്ങനെ. പിന്നെ ഇത് അല്ലിഗേറ്ററുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തതാണ്, കുറച്ച് ഇതൊക്കെ പിടിപ്പിച്ച് ഉണ്ടാക്കി നോക്കിയ കുട്ടികൾക്ക് നൈസ് സിമ്പിളായിട്ടുള്ളൊരു സംഗതി കേട്ടോ. അല്ലിഗേറ്ററുമ്പോൾ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനം കേട്ടോ, കാണിച്ചു തരാം. അല്ലിഗേറ്ററിൽ ഈ ഇതൊക്കെ പിടിപ്പിച്ചിട്ട് കണ്ടോ, അങ്ങനെ കുറേ കളറിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം എന്നിട്ട്. ഞാൻ അതൊക്കെ ഇതിന്മേ നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഇടയിലൊന്നും മുത്ത് ഒട്ടിച്ചിട്ടില്ല, ഇതിൻ്റെ ഇടയിലൊക്കെ മുത്തുണ്ട്. ഓറഞ്ചിൻ്റെ ഇടയിൽ മുത്ത് വെച്ചിട്ടില്ല, മുത്തില്ല, ഓറഞ്ചിൻ്റെ മുത്ത് കിട്ടിയിട്ടില്ല, അപ്പോൾ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് ഇതിൻ്റെ വലുത്, ഇത് ഇതിൻ്റെ വലുത്, ഇതിൻ്റെ ചെറുത്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ പോയി അതൊക്കെ. പിന്നെ ഇത് ഇതാ അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇത് 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 ഇവിടെ ക്ലിപ്പുണ്ട്. ഇത് അതിൻ്റെ 2 സ്കിന്നി സ്ക്രഞ്ചീസാണ്. അങ്ങനെ അപ്പോൾ എല്ലാത്തിനും ഓരോ കളറിലും എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോഫി കളറ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം ഒന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ. ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. മനസ്സ് ഭയങ്കര സംതൃപ്തിയായിരിക്കും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കുട്ടികളിട്ട് കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ ഒരു എന്താ പറയുക, ചെറുപ്പം മുതലേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇങ്ങനത്തെ വെച്ചിട്ടല്ല, നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ പിന്നെയും പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. കണ്ടോ എത്ര ഉണ്ട് അറിയാം, എത്ര ഇതൊന്നും അല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഈ ഒരു പെട്ടി, എൻ്റെ അടുത്തൊരു വലിയൊരു പെട്ടി ഉണ്ട്, ആ പെട്ടി ഫുള്ള് തന്നെയായിരുന്നു.
അപ്പം ഞാൻ കുറച്ച് ഒന്നുമില്ല, കുറച്ച് ഉഷാറ് കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ഉറക്കെ പറഞ്ഞ് സംസാരിക്കേണ്ട കരുതിയിട്ടാട്ടോ. അപ്പുറത്തൊക്കെ വീടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കെ പറഞ്ഞിട്ട് ഇതാക്കേണ്ട കരുതിയിട്ടാണ്. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ. കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ 2ാം പ്രാവശ്യം വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ഇനി വീഡിയോ ഉണ്ടായി യൂട്യൂബിൽ ഇനിയും വീഡിയോ ഇടും. കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു എനിക്ക്. ഒരു 4 മാസത്തെ ഗ്യാപ്പ് ഇട്ടു. അപ്പോൾ എന്താ പറയുക, ആകെ യൂട്യൂബൊക്കെ ആകെ അൽക്കുലത്തായിപ്പോയി. പിന്നെ ഇപ്പോൾ 2ാം പ്രാവശ്യം വീണ്ടും തുടങ്ങുകയാണ്. 1 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം 2ാമത്തെ വീഡിയോ ആണ്. അതിൻ്റെ ഇടയിലൊക്കെ ഷോർട്സ് ചെറിയതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മടിയായിട്ടാട്ടോ. ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യണ പോലെയല്ല, യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, അതിൻ്റെ ഒരു ചടപ്പാണ് എനിക്ക്. അപ്പോൾ ഇനി മുതലുണ്ടാവും. വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ല, എന്നാലും എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളും ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടോണ്ട് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.